Good afternoon. So I hope I'm audible for you, and the screen would be visible also. Yes, so I hope everything would be fine. Yeah. അപ്പം നമ്മൾ KS സിവിൽ സർവീസസ് അല്ലെങ്കിൽ KS UPSC സിവിൽ സർവീസസ് എക്സാമിനേഷന്റെ ഒരു ഇന്റഗ്രേറ്റഡ് പ്രിപ്പറേഷനിലൂടെയാണ് മുന്നോട്ട് പോകുക. So this would definitely be useful for the preparation of both of these examinations. രണ്ട് പരീക്ഷയ്ക്കും ഒരേപോലെ സാധ്യതകളുള്ള മേഖലയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മേഖലയുടെ സ്കോപ്പിനെ പറ്റി we have already done a seminar or in fact a webinar. In fact നമ്മൾ കൃത്യമായി എന്താണ് പൊളിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്ന ഈവൻ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തിരുന്നു. ആൻഡ് ഇൻ ഫാക്ട് വി ഹാവ് predominantly cleared majority of the doubts regarding the preparation also. So the significance of this subject, even if it is polity, governance, international relations, the significance of this subject is that this is equally important for the prelims, for the mains, as well as even for the interview, both from the perspective of Kerala Administrative Service as well as the CSE, Civil Services examination conducted by Union Public Service Commission. So ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ കോർ 4 സബ്ജക്റ്റുകളിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റി. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്, ബിക്കോസ് റിവാർഡിംഗ് ആണ് എന്നുള്ളതാണ് ഈ സബ്ജക്റ്റിന്റെ മറ്റൊരു ഗുണം. ദാറ്റ് ഇസ് if you put in investment, you will get the return. So that is how the importance of this subject should be regarded for your entire preparation. So ഇനി നമ്മൾ കൂടുതൽ പ്രിഫേസ് ഒന്നും നൽകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സോ പൊളിറ്റി പഠിക്കുന്നതിന് മുന്നോടിയായി we just need to understand about what is constitution, what is polity, what is political science, what is the difference between these terminologies. We need to understand what do you mean by politics. ഈ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ we will just start introducing the classes. So the first question here is, what do you mean by constitution, or what do you mean by polity first? എന്താണ് polity എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. What do you mean by polity? You will have another question about what do you mean by the constitution. Sir, we are going to learn about constitution. എന്താണ് ഭരണഘടന? We need to understand, because we are going to deal with these areas. We need to understand then what do you mean by politics. എന്താണ് പൊളിറ്റിക്സ് എന്നറിയണം അല്ലെ? എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? This is also one thing which we need to understand before we start our preparation. What do you mean by political science? So first we will make a clarification regarding all those important terms. ഈ പറയുന്ന പ്രധാനപ്പെട്ട ടെർമിനോളജീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. You just understand that constitution. We'll start from the constitution. Okay. So constitution means it is a fundamental law of the land. Constitution is just a fundamental law of the land. So what does that mean? ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് എന്ന് മാത്രമാണ് അർത്ഥം. ഒരു നാടിനെ, അതൊരു രാജ്യമാകാം, അല്ലെങ്കിൽ ഒരു സമൂഹമാകാം, ഒരു ഹാംലെറ്റ് ആകാം, എന്തുമായിക്കോട്ടെ, ആ പ്രദേശത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. എന്തിനാണ് ഭരണഘടന എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുഴുവൻ അധികാരങ്ങളും അവകാശങ്ങളും ആർക്കും അബ്സല്യൂട്ട് ആയൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്വാഭാവികമായും ചില റെസ്ട്രിക്ഷൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കമ്പൽസറി ആയി പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇന്ത്യൻ രാഷ്ട്രപതി മുതൽ ഒരു സാധാരണക്കാരനായ പൗരൻ വരെ എല്ലാവരും അനുവർത്തിക്കേണ്ടതായും വരും. അത് രേഖപ്പെടുത്തിയിട്ടുള്ള ദ ഫണ്ടമെന്റൽ റൂൾ ബുക്ക് ഈസ് നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Okay, so this is what do you mean by the constitution. So constitution, to be simply put in, it is the fundamental law of
the land. In simple terms, it is the fundamental law of the land. Now, sir, then what is the difference between polity and constitution? Polity and constitution. You will see in the UPSC Civil Services examination syllabus that it is not constitution which is provided as part of the title. Of course, constitution എന്ന് പറയുന്ന title provide ചെയ്തിട്ടുണ്ട്, പക്ഷെ main title ആയിട്ട് provide ചെയ്തിരിക്കുന്നത് polity എന്നാണ്. And we usually refers to the term polity. Now, what do you mean by polity? Polity is just a system, okay? A system in which the constitution is in run. Okay, അതായത് റൺ ചെയ്യപ്പെടുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. പൊളിറ്റി ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ഈ രാഷ്ട്രീയ സംവിധാനം എന്ത് അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്? That depends on the fundamental law of the land, that is the Constitution of India. So this is how polity and the constitution is connected or interconnected, you may say. Okay, constitution is the fundamental law of the land and polity is the system in which the constitution is in run. Sir, now what do you mean by politics? എന്താണ് politics എന്ന് പറഞ്ഞാൽ? This is another doubt. അല്ലേ? What do you mean by politics? Politics is just, in simple terms, politics എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു സംഘർഷമാണ്, അല്ലെങ്കിൽ struggle for power. Struggle for power is what do you mean by politics? The politics നമ്മളുടെ സമൂഹത്തിൽ മാത്രമല്ല, പൊളിറ്റിക്സ് എല്ലായിടത്തും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു സ്കൂളിൽ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ വീടിനകത്ത് politics ഉണ്ടായിരിക്കാം. It is just a struggle for power to determine who is powerful than the other or the alternative. This is what is politics. Now, what do you mean by political science? The entire arena in which we study about these topics. This is what do you mean by political science. Study of politics or study of polity or study of polity including the Constitution of India is what do you mean by political science. So these are some of the important terminologies which you will have to understand before you get into the preparation of these reputed examinations of the country. Okay, appo political science endana, polity endana, constitution endana, politics endana ennulla karyam വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. Now we are heading towards our syllabus. നമ്മളുടെ സിലബസിന്റെ ഭാഗമായി it is provided about or it is very clearly indicated that we need to learn about the historical underpinnings of the constitution. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നോടിയായി നമ്മുടെ രാജ്യത്തുണ്ടായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു റിട്ടൺ ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ നമ്മൾക്ക് അത്യാവശ്യമാണ്. ആൻഡ് ദിസ് you would learn it under the history, I mean under the modern history also. In fact, modern historyയുടെ ഭാഗത്തും നിങ്ങൾ ഈ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം പഠിക്കും. ബട്ട് ദ ഡയമെൻഷൻ വുഡ് ബി ഡിഫറെന്റ്. നമ്മൾ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ആണ് പറയുക. മോഡേൺ ഹിസ്റ്ററിയിൽ നിങ്ങൾ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ ആയിരിക്കും പഠിക്കുക. സോ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാത്വേ ഓർ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റോഡ് മാപ്പ് through which we have traveled to ultimately reach the Constitution of India. നമ്മളുടെ ഭരണഘടനയിലേക്ക് എത്താൻ എടുത്ത കാലങ്ങളെ പറ്റിയും ആ കാലങ്ങളിൽ വന്ന പരിവർത്തനങ്ങളെ പറ്റിയും പരിഷ്കാരങ്ങളെ പറ്റിയും പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് എങ്ങനെയാണ് ഇന്ന് കാണുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. So that part is known as the historical underpinnings or the history of the Indian Constitution. And let me tell you, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല ടോപ്പിക്സും നിങ്ങൾ ഒരുപക്ഷെ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. നിങ്ങൾ പല ആക്ടുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? റെഗുലേറ്റിംഗ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും.
Pitt's India Act എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. You would have heard about, say for example, you would have heard about the Charter Act, the famous Government of India Act of 1935, 1919, Indian Independence Act, isn't it? So you would have heard about all these things. And ഈ ഒരു മേഖലയുടെ പ്രശ്നം, let me be very clear, ഈ ഒരു മേഖലയുടെ പ്രശ്നം പലപ്പോഴും പലരും ഈ മേഖല കാണാതെ പഠിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. Which means they have a feeling that this is not beyond something that needs to be by heart. കാണാതെ പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ മേഖല ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് പലപ്പോഴും പലരുടെയും തോന്നൽ. എന്നാൽ അങ്ങനെയല്ല. If you know exactly the background story, if you know the background story, the reasons, etc., this area would become the most interesting one among your entire areas for preparation. So it is that important as well as that interesting, and we can make it interesting further if you have a support of good lectures. So we will try making it more and more interesting here. എന്താണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ 2 കാലഘട്ടങ്ങളാണ് പ്രധാനമായും പഠിക്കേണ്ടത്. ഒന്ന് 1773 മുതൽ 1773 മുതൽ 1858 വരെയുള്ള കാലഘട്ടമാണ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ പീരിയഡ് ഇസ് നോൺ ആസ് ദ കമ്പനി റൂൾ. കമ്പനി ഭരണത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുക. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുക. ദെൻ ആഫ്റ്റർ 1858 to 1947, this particular second phase is known as the crown rule. Okay, so you have company rule, and on the other side you have crown rule. Company rule and crown rule, these are the areas that we will have to concentrate. Okay, these are the areas we will have to concentrate on this particular area of the history of Indian Constitution. അപ്പോൾ 2 phases ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. So the first area that we will discuss is about the company rule. അപ്പൊ നമുക്ക് വെറുതെ അങ്ങനെ അബ്രപ്റ്റ് ആയി 1773 മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ? സ്വാഭാവികമായിട്ട് നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയണം. എങ്ങനെയാണ് ഈ 1773 എത്തുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. So we will try first understanding. For first understanding, we will try regarding what exactly has contributed to the first act, that is the Regulating Act of 1773. എന്താണ് ആദ്യത്തെ, അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യത്തെ നിയമത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോവുകയാണ്. So everybody be please attentive. I am taking you to 1600s, 1600കളുടെ തുടക്കം. ഓക്കെ, 1600കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 1608 ഇൻ സ്പെസിഫിക് 1608, ഇൻഫാക്ട് 1700കളുടെ തുടക്കം എന്ന് വേണം പറയാൻ. 1608 ഒരു പ്രൈവറ്റ് കമ്പനി ഇന്ത്യയിലേക്ക് വന്നു, അല്ലെ? And this private company was sent by the British Crown. അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന, ആരായിരുന്നു രാജ്ഞി? അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്വീൻ എലിസബത്ത് ആണ്, അല്ലെ? ക്വീൻ എലിസബത്ത് ആണ് ഈ പ്രൈവറ്റ് കമ്പനിയെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. വെരി ഗുഡ്, ഗ്രേറ്റ്. ആൻഡ് വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദിസ് പ്രൈവറ്റ് കമ്പനി? എന്തായിരുന്നു ഈ പ്രൈവറ്റ് കമ്പനിയുടെ പർപ്പസ്? എന്തായിരുന്നു? That you conduct trade and commercial activities on behalf of Britain. ബ്രിട്ടന് വേണ്ടി ഈ കമ്പനി എന്ത് ചെയ്യണം? This company should conduct trade and commerce. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി, ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എന്ത് നടത്തണം? കച്ചവടം നടത്തണം. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയിട്ടുള്ള അധികാരം. And the Queen Elizabeth for this purpose has issued a charter also. ഒരു ചാർട്ടർ കൂടി ക്വീൻ എലിസബത്ത് ഇഷ്യൂ ചെയ്തിരുന്നു.
അപ്പൊ ഈ ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? Now this is one thing which you need to understand. What do you mean by the charter here? Charter is just a document, okay, a document issued by a superior to a subordinate prescribing the rules, regulations, etc. So this is what do you mean by a charter? Charter എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് ഒരു സുപ്പീരിയർ ഒരു സബോർഡിനേറ്റിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആയിരിക്കാം. ഈ ഡോക്യുമെന്റിൽ എന്തായിരിക്കാം എഴുതി ചേർത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും പരാമർശിച്ചിട്ടുണ്ടായിരിക്കുക? വാട്ട് ആർ ദ ഫങ്ഷൻസ് that needs to be performed. This would be what would be provided in this charter. അപ്പൊ അങ്ങനെ ക്വീൻ എലിസബത്തിന്റെ ചാർട്ടറോട് കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരികയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് അവരുടെ കച്ചവട സംബന്ധമായ അധികാരങ്ങൾ ഉപയോഗിച്ച് അവരുടെ ബിസിനസ് സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യുകയാണ്, അല്ലെ? അപ്പോൾ കച്ചവട അധികാരം അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. അവർക്ക് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചാർട്ടർ ലഭിച്ചിരുന്നു. അതേസമയം തന്നെ വാട്ട് ദേ വർ പ്രൊവൈഡഡ് വാസ് ദി എക്സ്ക്ലൂസീവ് ലൈസൻസ് ഫോർ the trade and commerce, which means they were having the monopoly. Monopoly എന്ന് പറഞ്ഞാൽ എന്താണ്? Monopoly എന്ന് പറഞ്ഞാൽ കുത്തക എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ കച്ചവട സംബന്ധമായ കുത്തക അവകാശം ആർക്ക് നൽകിയിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയിരുന്നു. അതായത് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനുള്ള ഒരു ബ്രിട്ടീഷ് എൻറ്റിറ്റി, ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമായിരുന്നു. സോ ദേ വർ പ്രൊവൈഡഡ് ദി എക്സ്ക്ലൂസീവ് privilege for the conduct of commerce and trade in India on behalf of Britain. ഓക്കെ, അപ്പൊ അങ്ങനെ അവരെ ഇന്ത്യയിലേക്ക് വരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നു. അവരുടെ ബിസിനസ് സാമ്രാജ്യം അവര് ഗ്രാജ്വലി എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് സ്വാഭാവികമായും നമ്മളുടെ പൊളിറ്റിയുടെ ഭാഗമല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു സേഫ് പ്ലാറ്റ്ഫോം ലാൻഡ് ചെയ്യാൻ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 1757 നമ്മൾക്കറിയാം വളരെ പ്രഖ്യാതമായ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ പ്ലാസി യുദ്ധം നടക്കുകയാണ് 1757. ഇൻഫാക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ യുദ്ധത്തിൽ വിജയിക്കുകയാണ്, അല്ലെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധത്തിൽ വിജയിക്കുന്നു. ഈ യുദ്ധം നടക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് നേതൃത്വം നൽകിയിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. So this battle was in between Robert Clive and Siraj-ud-Dawla, the Nawab of Bengal. Siraj-ud-Dawla, the Nawab of Bengal. Okay, so there was this battle of Plassey, and the East India Company was able to fetch the victory. East India Company വിജയിച്ചു. ആദ്യത്തെ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ഭരണാധികാരിക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ്. ആദ്യത്തെ ഒരു തിരിച്ചടി ലഭിക്കുകയാണ്. അവിടെയും അവസാനിക്കുന്നില്ല. 1764 വീണ്ടും യുദ്ധം ഉണ്ടായി. ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് ഒരു ഇന്റേണൽ ഫ്രിക്ഷന്റെ ഭാഗമായിട്ടാണ്. അതായത് കച്ചവടം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് റവന്യൂ അല്ലെങ്കിൽ ടാക്സ് നൽകേണ്ടിയിരിക്കുന്നു. പക്ഷെ ആ ടാക്സ് നൽകാൻ ഇവർ തയ്യാറാകുന്നില്ല. ആര് തയ്യാറാകുന്നില്ല? ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറാകുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷന്റെ ഭാഗമായിട്ടാണ് ഇതൊരു വലിയ യുദ്ധമായി മാറുന്നത്. പക്ഷെ ആ യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുകയാണ്. വീണ്ടും 1764 മറ്റൊരു യുദ്ധം. In 1764 there was another battle, and that battle is known as the Battle of Buxar. So Battle of Buxar, the East India Company faction was led by Hector Munro. Okay, Hector Munro for East India Company. And on this other side, you had multiple rulers now. ഷാ അലം II, അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ അലം രണ്ടാമൻ. അതുപോലെ തന്നെ ഷുജാ-ഉദ്-ദൗല, the Nawab of Awadh, Shuja-ud-Dawla. Okay, Shuja-ud-Dawla. So all these rulers were on the opposite side. Now, this was very crucial. ഇത് വളരെ ക്രൂഷ്യൽ ആയൊരു യുദ്ധമായി മാറി. കാരണം ഇവിടെ കൂടി പരാജയപ്പെട്ടാൽ അത് ഇന്ത്യൻ പക്ഷം എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, പ്രാദേശികമായി ഉണ്ടായ ഒരു യുദ്ധമാണെങ്കിൽ പോലും
ഇന്ത്യയുടെ ഭാഗമായ ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ വലിയൊരു ഭാഗത്തിന് ഏൽക്കുന്ന തിരിച്ചടിയാകും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1764 ബാറ്റിൽ ഓഫ് ബക്സാറിലും വിജയക്കൊടി നാട്ടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പൊ അതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് they have became more and more powerful. They have got more powerful groups. The military, they have got that kind of facilities. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഇനി കച്ചവടം മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. കച്ചവടത്തിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്തു തുടങ്ങി. ഇൻഫാക്ട് ഓക്കെ, കച്ചവടത്തിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്തു. അങ്ങനെ 1765 in 1765 there was the famous Treaty of Allahabad. സ്വാഭാവികമായിട്ട് ഒരു യുദ്ധം കഴിയുമ്പോൾ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത് പതിവാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റി ഓഫ് അലഹബാദ് was signed. Fine, the Treaty of Allahabad was signed and Diwani rights were provided to the East India Company. അപ്പൊ ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദിവാനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡബിൾ ഗവൺമെന്റ്. ഓക്കെ, ഇറ്റ് ഇസ് എ ഡബിൾ ഗവൺമെന്റ് in which you have two powers. രണ്ട് തരത്തിലുള്ള അധികാരമാണ്. ഒരേ സമയം you have the power for the civil justice, okay, the civil justice, as well as you can collect the tax also. ടാക്സ് പിരിക്കുന്നതിനും നിയമപരിപാലനത്തിനുമുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗ്രാജുവലി ലഭിച്ചു തുടങ്ങുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ടാക്സ് പിരിക്കുന്നതിനുള്ള അവകാശവും ലഭിക്കുന്നു, നിയമപരിപാലനത്തിനുള്ള അവകാശവും ഗ്രാജുവലി ലഭിച്ചു തുടങ്ങുന്നു. അപ്പൊ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, they have got or they have demanded that they require this area. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ മേഖലകൾ അല്ലെങ്കിൽ ബംഗാളിന്റെ സമീപ പ്രദേശങ്ങളായ ബീഹാർ, ഒറീസ എന്നീ മേഖലകളിന്മേൽ നികുതി പിരിക്കാനുള്ള അവകാശമാണ് ഇത്തവണ അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഒരേ സമയം അവർക്ക് ഓൾറെഡി എന്ത് അവകാശം ഉണ്ടായിരുന്നു? കൊമേഴ്സ് അല്ലെങ്കിൽ കച്ചവടത്തിനുള്ള അവകാശം അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലെ. ഈ കച്ചവടത്തോടൊപ്പം അവർക്ക് ഒരു അവകാശം കൂടി ലഭിക്കുകയാണ്. ആ അവകാശമാണ് എന്ത്? നൗ ദേ ഹാവ് ദ പവർ, ദാറ്റ് ഇസ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പോലീസ് ഇന്ന് ചെയ്യുന്നതാണ് ഈ സിവിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സിവിൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, അതാണ് സിവിൽ ജസ്റ്റിസ്. അതോടൊപ്പം തന്നെ ടാക്സ് പിരിക്കാനുള്ള അവകാശവും ലഭിക്കുന്നു. നമ്മളുടെ ഗവൺമെന്റ് ഇത് ചെയ്യുന്ന അതേ അധികാരം തന്നെയാണ് അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ കച്ചവട സംബന്ധമായ അധികാരം ഓൾറെഡി ഉണ്ട്, അതേസമയം തന്നെ നിയമപരിപാലനത്തിനുള്ള അവകാശം ലഭിക്കുന്നു, അതേപോലെ തന്നെ ടാക്സ് പിരിക്കുന്നതിനുള്ള അവകാശവും ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതുക്കെ ഒരു ഗവൺമെന്റ് ആയി മാറാനുള്ള ശ്രമങ്ങൾ എവിടെ നടത്തുന്നു? ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ എന്ന ഭാഗത്ത് നടത്തുന്നു എന്ന് പറയാം. ഓക്കെ, നൗ സി, ഇതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നത് കച്ചവടം ചെയ്യുന്നതിനുള്ള ശമ്പളമാണ് അല്ലെ. കച്ചവടം ചെയ്യുന്നു, അതിനുള്ള ശമ്പളം ബ്രിട്ടീഷുകാർ നൽകുന്നു. ഇതായിരുന്നു സാധ്യത, സാഹചര്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. പക്ഷേ ഈ ദിവാനി അധികാരങ്ങൾ ലഭിച്ചപ്പോ, അതായത് സ്വന്തമായി ടാക്സ് പിരിക്കാനുള്ള അധികാരം ലഭിച്ചത് മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒഫീഷ്യൽസ് വളരെ റിച്ച് ആവാൻ തുടങ്ങി. ഓക്കെ, the East India Company officials started becoming more and more rich because now they have money. Now they have money power എന്ന് പറയില്ലേ, അവർക്ക് ഇപ്പൊ കയ്യിൽ കാശുണ്ട്. അപ്പൊ അങ്ങനെ അവർ വളരെ റിച്ച് ആവാൻ തുടങ്ങി. അങ്ങനെ റിച്ച് ആകുന്ന സമയത്ത് ഇവർക്ക് സ്വാഭാവികമായിട്ട് നമ്മളുടെ കയ്യിൽ കൂടുതൽ കാശ് വരുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടാകും, നമ്മൾക്ക് എങ്ങനെ ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്കൊരു ചിന്ത ഉണ്ടാകും അല്ലെ. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്ത് സംഭവിക്കും? അത്തരം ഒരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പതുക്കെ എന്ത് തീരുമാനിക്കും? We will decide, or the East India Company officials, they have decided that they will purchase the goods and commodities from India. Okay, ഇന്ത്യയില് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസില് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് അവർ പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ ഇത് എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു? They export this to the European markets. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഫൈൻ, യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്.
അപ്പൊ സ്വാഭാവികമായി ഇവരുടെ ബിസിനസ് സാമ്രാജ്യം ഇവർ വളർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബിസിനസ് സാമ്രാജ്യം വളർത്താനുള്ള ശ്രമം നടത്തുന്നു. അവര് ഇന്ത്യയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയിൽ സാധന സാമഗ്രികൾ വാങ്ങിച്ച് യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഈ ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് കൊണ്ടുപോയി ഡംപ് ചെയ്യുകയാണ്. Now what will happen? There are European merchants, അല്ലെ? പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ബ്രിട്ടീഷ് വ്യാപാരികളുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇതൊരു നല്ല സൂചനയാണോ? ഒരിക്കലും അല്ല. കാരണം അവരുടെ ബിസിനസ്സിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെ? ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസിന് ആ സമയത്ത് ബ്രിട്ടനിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു താനും. ഈ ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് യൂറോപ്യൻ മാർക്കറ്റുകളിൽ, അതായത് ബ്രിട്ടൻ അടങ്ങുന്ന യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഡംപ് ചെയ്യുമ്പോൾ അവിടുത്തെ വ്യാപാരികൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു ഘട്ടം വരുന്നു. അപ്പൊ അവര് വളരെ സങ്കടത്തോടു കൂടി ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെല്ലുകയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെന്നിട്ട് ഇവർ ആവശ്യപ്പെടുന്നത് എന്താണ്? സർ, ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ് ഡൂയിങ് സംതിങ് വിച്ച് ഇസ് വെരി വെരി റിഡിക്യൂൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഷുഡ് ബി റെഗുലേറ്റഡ്. You should regulate the performance or the activities of the East India Company in India, set by the British merchants to the British parliamentarians. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസിനോട് ബ്രിട്ടീഷ് മെർച്ചൻസ് പറയാണ്, ഇന്ത്യയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തുന്ന പ്രവർത്തനങ്ങളെ, അവരുടെ കയ്യിൽ ഇപ്പൊ കാശ് അമിതമായി വന്നു ചേർന്നിട്ടുണ്ട്, അവർ ഇന്ത്യയിലെ ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് ഒക്കെ വാങ്ങിച്ച് യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തൽക്കാലം നിങ്ങൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് നിയന്ത്രിക്കണം. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. So regulating act of 1773, from the word it is clear that somebody is going to regulate. Somebody is going to regulate somebody. And who is going to regulate whom? The British Parliament is going to regulate the East India Company. ഇപ്പൊ ചരിത്രപരമായി ഒരുപാട് അറിവൊന്നും ഇല്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു സംശയം തോന്നാം, എന്തിനാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നത്? കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാലും ബ്രിട്ടന്റെ കമ്പനി തന്നെ അല്ലേ എന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ദ റീസൺ ഇസ് ദിസ്. ഇൻഫാക്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ ഇന്ന് കാണുന്ന ഈ അദാനി ഗ്രൂപ്പ് പോലെയൊക്കെ ഉള്ളൊരു പ്രൈവറ്റ് കമ്പനി മാത്രമായിരുന്നു. ആ പ്രൈവറ്റ് കമ്പനിക്ക് ക്വീൻ എലിസബത്ത് ഒരു ചാർട്ടർ നൽകിയിരുന്നു, ഇന്ത്യയിൽ പോയി കച്ചവടം ചെയ്യുക. അപ്പൊ കച്ചവട സംബന്ധമായ അധികാരങ്ങൾ ചാർട്ടറിൽ തന്നെ, അല്ലെങ്കിൽ ചാർട്ടർ പ്രകാരം തന്നെ റെക്കഗ്നൈസ് ചെയ്തിരുന്നു. അങ്ങനെ അവർ കച്ചവടം ആരംഭിക്കുന്നു, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനിടയിൽ പ്രാദേശിക വിഭാഗങ്ങളുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കുന്നു. യുദ്ധത്തിൽ അവർ വിജയിക്കുമ്പോൾ അവര് കച്ചവടത്തിന് പുറമെ മറ്റ് അധികാരങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ ദിവാനി അധികാരങ്ങൾ ലഭിക്കുന്നു. ഒരേ സമയം തന്നെ നമ്മളുടെ ഗവൺമെന്റ് നമ്മളെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് നമ്മളുടെ മുകളിൽ ചെലുത്തുന്ന അധികാരം പോലെ നമ്മളെ നികുതി പിരിക്കുവാനും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നികുതി പിരിക്കുവാനും, അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയെടുക്കുന്നു. പ്രത്യേകിച്ചും ബംഗാൾ, ബീഹാർ, ഒറീസ എന്നുള്ള മേഖലകളിലാണ് അവർ ഈ അവകാശം നേടിയെടുക്കുന്നത്. ഇപ്പൊ ഗ്രാജുവലി അവർ അതിനുള്ള അധികാരങ്ങൾ നേടിയെടുക്കുന്നു. അങ്ങനെ അധികാരങ്ങൾ നേടിയെടുത്തതിന്റെ ഭാഗമായി അവർക്ക് അനിയന്ത്രിതമായ രീതിയിൽ സ്വത്ത് സമ്പാദനം, ധനശേഖരം ഉണ്ടാകുന്നു. അപ്പൊ അവർ വീണ്ടും അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയ ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് അവർ ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുന്നു. ആൻഡ് ദേ ഡംപ് ദോസ് പ്രൊഡക്ട്സ് ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ്സ്. നൗ ദിസ് has become a disaster for the British merchants. Now they have arrived in the British Parliament and they have demanded that, sir, we need to regulate the East India Company's affairs in India. So now you are on a safe platform. ഇപ്പൊ നിങ്ങൾ ഒരു സേഫ് പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ നിന്ന് വേണം നിങ്ങൾ എന്ത് പഠിച്ചു തുടങ്ങാൻ? The historical underpinnings എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. Okay, so this would be the correct area as well as the correct time
to start the preparation of the history of the Indian Constitution. Indian ഭരണഘടനയുടെ ചരിത്രം എന്ന് പറയുന്ന എല്ലാവരും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്ന ഭാഗം നമ്മൾ വളരെ സിമ്പിളായി ഇനി പഠിക്കാൻ പോകുന്നു. So the part that we are going to discuss now is regarding the company rule. കമ്പനി ഭരണ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനി ഭരണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1773 മുതൽ 1858 വരെ. Okay, so this is the area, or this is the time period that we will discuss as part of the history of the Indian Constitution. Indian ഭരണഘടന എന്ന് പറയുന്ന ആശയത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ പഠിക്കുക. ഓക്കെ, എനി ഡൗട്ട്സ് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. If it is clear, just mention clear. That's it. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, യെസ്, ഒരാൾ ക്ലിയർ ആണെന്ന് പറഞ്ഞു. Then what about others? Everybody just mention about whether it is clear or not. It's free. You can totally speak about what you think. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് വേണമെന്ന് പറയാം. ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാം. സ്പീഡ് കൂടുതലാണെങ്കിൽ അത് പറയാം, സ്പീഡ് കുറവാണെങ്കിൽ അത് പറയാം. whatever you feel regarding the class, you can mention it in the comment box, because we are heading towards a bigger dream. Okay, ഒരു വലിയ സ്വപ്നത്തിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സംശയങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വുഡ് ബി ക്ലിയർ ഫോർ യു. യെസ്, so we are starting with the Regulating Act of 1773. Okay, ശ്രദ്ധിക്കുക, Regulating Act of 1773. So yeah, so when you talk about the Regulating Act of 1773, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? Regulating Act of 1773 is the first act passed by the British Parliament. First act passed by the British Parliament to control and regulate the affairs of the East India Company in India. Isn't it? So this is how you need to frame the notes. നിങ്ങൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. അതായത് എൻറ്റയർ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് പകർത്തി നോട്ട്ബുക്കിൽ വയ്ക്കുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ what you need to do is that the points crisp, in fact, അതായത് വളരെ ചെറിയ പോയിന്റ്സ് വേണം നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ മെൻഷൻ ചെയ്യാൻ. So from the first term itself you should understand what is the concept of that particular point. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാക്കുന്നത്, അല്ലെ? അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ നിയമമാണ്. എന്തിനു വേണ്ടി? ടു കൺട്രോൾ ആൻഡ് regulate the East India Company's affairs in India. Okay, now see, there is another important thing. അതായത്
ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, നിയന്ത്രണമാണ് ഉദ്ദേശം അല്ലെ. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു മാനേജിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. ഈ മാനേജിംഗ് ബോർഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇന്ത്യയിലല്ലായിരുന്നു, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബ്രിട്ടനിൽ തന്നെ ആയിരുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഓക്കെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. സോ they were actually sitting in London or Britain. അപ്പൊ ബ്രിട്ടനിൽ ഇരുന്നു കൊണ്ടാണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇതൊരു മാനേജിംഗ് ബോർഡാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാനേജിംഗ് ബോർഡാണ്. അപ്പൊ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദ ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റിനോടാണ് ആർക്ക് ഉത്തരവാദിത്തം? ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് ഉത്തരവാദിത്തം. അപ്പോ നമ്മളുടെ ഉദ്ദേശം എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉദ്ദേശം എന്താണ്? റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഉദ്ദേശിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പാർലമെന്റ് ആ നിയമത്തിൽ എഴുതി വെച്ചിരുന്നത് ഇങ്ങനെയാണ്: be it the revenue matters, civil matters or the military affairs. റവന്യൂ മാറ്റർ ആയിരിക്കാം, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉള്ള മണി അല്ലെങ്കിൽ അവർക്ക് വന്നു ചേരുന്ന മണി, അവർ പിരിച്ചെടുക്കുന്ന മണി. സിവിൽ മാറ്റേഴ്സ് ആയിരിക്കാം, അതുപോലെ മിലിറ്ററി മാറ്റേഴ്സും ആയിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, they should submit the report to the court of directors. So the court of directors are responsible to the British Parliament and the East India Company should submit the report to the court of directors. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എത്ര രൂപ ചെലവായി, എത്ര രൂപ വന്നു, എന്താണ് മിലിറ്ററിയുടെ അവസ്ഥ, എന്താണ് മറ്റ് പ്രധാനപ്പെട്ട മേഖലകളുടെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായും എന്ത് ചെയ്യണം? ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കണം. ആൻഡ് ദേ വിൽ ഇൻ ടേൺ സബ്മിറ്റ് ദ റിപ്പോർട്ട് ഇൻ ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സ്കൂളിലല്ലേ. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മളുടെ പെർഫോമൻസ് ഒരാൾ വിലയിരുത്തുകയാണല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഇനി മുതൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു പ്രോഗ്രസ് കാർഡിൽ മെൻഷൻ ചെയ്ത് റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് സമർപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു. ആൻഡ് ദിസ് റെഗുലേറ്റിംഗ് ആക്ട് ഹാസ് ഗോട്ട് അപ്പ് very good importance or a very important factor also, that is the political and the administrative functions of the East India Company was for the first time recognized by the Regulating Act of 1773. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് റെഗുലേറ്റിംഗ് ആക്ടിന്റെ. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? കമ്പനിക്ക് കച്ചവട സംബന്ധമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. കച്ചവട സംബന്ധമായ അധികാരങ്ങൾ ചാർട്ടറിൽ അല്ലെങ്കിൽ ചാർട്ടർ പ്രകാരം നൽകിക്കൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് കച്ചവട സംബന്ധമായ അധികാരം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭരണ സംബന്ധമായ അധികാരം, അതായത് നികുതി പിരിക്കുന്നതിനുള്ള അധികാരം, നിയമപരിപാലനത്തിനുള്ള അധികാരം, ഇത്തരം അധികാരങ്ങളൊന്നും ആ സമയത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഇത് പിന്നീടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ, ആദ്യമായി അത് റെക്കഗ്നൈസ് ചെയ്യുന്ന, അത്തരം അധികാരങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമം ഏത് എന്ന് ചോദിച്ചാൽ, the answer is the Regulating Act of 1773. Need to be very careful. The first law enacted by the British Parliament to recognize the political and administrative functions of the East India Company is options: Regulating Act, Charter Act, Pitt's India Act, Indian Independence Act. The answer is the Regulating Act of 1773. അല്ലെ, ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സംബന്ധമായ അധികാരങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് is by the Regulating Act of 1773. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉദ്ദേശം എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉദ്ദേശം അല്ലെ. ഇന്ത്യയാണ്
ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ലിമിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉദ്ദേശം. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയ ഈസ് സെൻട്രലൈസേഷൻ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് Regulating Act of 1773 has put forward the idea of centralization. Centralization മലയാളം കേന്ദ്രീകൃത ഭരണം എന്നാണ്. കേന്ദ്രീകൃത ഭരണം. ഇതെന്താണ് കേന്ദ്രീകൃത ഭരണം എന്ന് ഞാൻ പറയാം. But before that you need to understand that കേന്ദ്രീകൃത ഭരണത്തിലൂടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന ചിന്താഗതിയോടുകൂടിയാണ് അവർ ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പാസ്സാക്കുന്നത്. അതായത് ആ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പ്രധാനമായും 3 പ്രവിശ്യകളിലായിരുന്നു അധികാരം, അല്ലെ? അല്ലെങ്കിൽ 3 പ്രവിശ്യകളിലായിരുന്നു. 3 പ്രവിശ്യകളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നത്. അഫ്കോഴ്സ് ബോംബെ, ബംഗാൾ and Madras. Okay, Bombay, Bengal and Madras. Of course, Bihar, Orissa ഒക്കെ ഈ ബംഗാളിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ഈ 3 പ്രദേശങ്ങളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം ഉണ്ടായിരുന്നത്. ഈ 3 പ്രദേശങ്ങളും അല്ലെങ്കിൽ ഈ 3 പ്രവിശ്യകളിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ് അതാത് ഗവർണർമാരായിരുന്നു. ഗവർണർ ഓഫ് ബോംബെ, ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് മദ്രാസ്. Okay, governor of Madras. Fine. So the governors were the head of the East India Company in the respective provinces of Bombay, Bengal and Madras. അപ്പൊ ഇവർക്ക് 3 പേർക്കും അധികാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് വിചാരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കണമെന്നാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് വിചാരിക്കുന്നത് ഇവർ 3 പേരെയും കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ ഇവരുടെ കയ്യിൽ നിന്നുള്ള അധികാരങ്ങളൊക്കെ പതുക്കെ എടുത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തോട് നമ്മൾ എന്ത് പറയും? നിങ്ങൾ, അതായത് ബംഗാൾ ഗവർണറായ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കണം. യു ഷുഡ് സ്റ്റാർട്ട് കൺട്രോളിംഗ് ദ ഗവർണേഴ്സ് ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ. ആൻഡ് വാട്ട് വി വിൽ ഡു ഇസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പറയുന്നു, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഞങ്ങൾ ഇനി മുതൽ നിങ്ങളെ മാത്രമേ നിയന്ത്രിക്കൂ. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് പറയാണ്, ഒരു കേന്ദ്രീകൃത ഭരണം എന്ന ആശയമാണ് നമ്മളുടെ ഉദ്ദേശം. ഞങ്ങൾ കമ്പനിയുടെ മുഴുവൻ അധികാരങ്ങളും ഇനി മുതൽ ഗവർണർ ഓഫ് ബംഗാളിലേക്ക് ഏൽപ്പിച്ചു തുടങ്ങാൻ പോകുന്നു. ഗവർണർ ഓഫ് ബംഗാൾ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് ബോംബെ ഗവർണറെയും മദ്രാസ് ഗവർണറെയും എല്ലാം നിയന്ത്രിക്കുക. This was the instruction which was provided. Okay, this was the instruction which was provided. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഈ ഒരേ അധികാരങ്ങൾ ഉള്ളവരെ എല്ലാവരെയും ഗവർണർ എന്ന് തന്നെ വിളിക്കാം, അല്ലെ? പക്ഷെ ഇവിടെ അധികാരത്തിൽ വ്യത്യാസം വരാൻ പോവുകയാണ്. അതായത് ഗവർണർ ഓഫ് ബംഗാളിന് കൂടുതൽ അധികാരം ലഭിക്കുകയാണ്. കൂടുതൽ അധികാരമുള്ള ആളെ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണമല്ലോ. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ, ഡെസിഗ്നേഷനിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. ആൻഡ് വി ഹാവ് മെയ്ഡ് ഇറ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. Okay, so there was a change in designation and that was the Governor General of Bengal. Governor General of Bengal എന്ന ഡെസിഗ്നേഷനിൽ ഒരു മാറ്റം വരുത്തുന്നു. ഫൈൻ. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെൻട്രലൈസേഷന്റെ ഉദ്ദേശം അധികാരങ്ങൾ ഒരു എൻറ്റിറ്റിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ എൻറ്റിറ്റിയെ മാത്രം ബ്രിട്ടീഷ് പാർലമെന്റ് കൺട്രോൾ ചെയ്യും. ആൻഡ് ദിസ് എൻറ്റിറ്റി നീഡ്സ് ടു കൺട്രോൾ the subordinates. So സ്വാഭാവികമായിട്ടും ഒരു ഡെസിഗ്നേഷനിൽ വ്യത്യാസം വരുത്തുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി ഗവർണർ എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ മാറ്റം വരുത്തുന്നു. And who was the first governor general of Bengal? The first governor general of Bengal. Who was he? Just comment it.
The first Governor General of Bengal. ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? Just mention it in the comment box. The first Governor General of Bengal. Who was the first Governor General of Bengal? Yes, somebody has answered. I think yes, exactly. Very good, Chippy. Warren Hastings. Warren Hastings was the first Governor General of Bengal. Okay. Warren Hastings എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആയി നിയമിക്കപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കീഴില് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മന്ത്രിസഭ എന്ന് പറയുന്നത് പോലെ ഒരു സംവിധാനമാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അതായത് യു നോ ദാറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ 3 ഓർഗൻസ് അടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനമാണ്, അല്ലെ? ഗവൺമെന്റിൽ എക്സിക്യൂട്ടീവ് ഉണ്ടാകും, അതുപോലെ ലെജിസ്ലേച്ചർ ഉണ്ടാകും, ജുഡീഷ്യറി ഉണ്ടാകും. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. എക്സിക്യൂട്ടീവിനെ നമ്മൾ കാര്യനിർവഹണ വിഭാഗം എന്നാ പറയുന്നത്, അല്ലെ? മലയാളത്തില് എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗമാണ്. ലെജിസ്ലേച്ചർ നിർമ്മാണ വിഭാഗമാണ് ലെജിസ്ലേച്ചർ. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നീതിന്യായ സംവിധാനമാണ്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകൂ? ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമ്മൾക്കൊരു ഗവൺമെന്റ് ഉണ്ടാകും. So you have an executive, you have a legislature, you have a judiciary, and all these things combined together is known as the government. സർക്കാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈ വാറൻ ഹേസ്റ്റിങ്സിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉത്തരവാദിത്തം എന്താണ്? ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉദ്ദേശം. നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് ആരാണ്? ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്, അല്ലെ? പാർലമെന്റ് ആണ്. ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. പാർലമെന്റ് ലെജിസ്ലേറ്റീവ് ബോഡിയാണ്. ഈ ലെജിസ്ലേറ്റീവ് ബോഡി നടപ്പിലാക്കുന്ന, അല്ലെങ്കിൽ ഈ ലെജിസ്ലേറ്റീവ് ബോഡി നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? അത് എക്സിക്യൂട്ടീവ് ആണ്. ഈ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലൂടെ നിങ്ങൾ എൻട്രി ചെയ്യുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഭാഗമായിട്ടുള്ള ബ്യൂറോക്രസി എന്നൊക്കെ പറയുന്നത് ഈ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അപ്പോ ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈസ് അണ്ടർ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 4 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ 4 മെമ്പേഴ്സില് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഈ 4 മെമ്പേഴ്സില് 3 പേരും നമ്മളുടെ വാറൻ ഹേസ്റ്റിങ്സിന് വലിയ തലവേദനയായിരുന്നു. അതായത് വാറൻ ഹേസ്റ്റിങ്സിനെ കൊണ്ട് തീരുമാനങ്ങളൊന്നും എടുപ്പിക്കുന്നില്ല. കാരണം ഇവരെല്ലാത്തിനും വാറൻ ഹേസ്റ്റിങ്സിന്റെ അഭിപ്രായം എന്താണോ അതിന് വിരുദ്ധമായാണ് വോട്ട് ചെയ്യുന്നത്. വാറൻ ഹേസ്റ്റിങ്സിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് ദിസ് വാസ് വൺ ഓഫ് ദ ഡിഫക്റ്റ് ഓഫ്, ഇത് റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഒരു ഡിഫക്റ്റ് ആയിരുന്നു. അതായത് വാറൻ ഹേസ്റ്റിങ്സിന് അധികാരങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം, അല്ലെ? ഗവർണർ ജനറലിന് അധികാരങ്ങൾ കൊടുക്കണം. പക്ഷെ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ 3 പേരും നിരന്തരമായി വാറൻ ഹേസ്റ്റിങ്സിനെതിരെ നിൽക്കുന്ന 3 മെമ്പേഴ്സ് ആയിരുന്നു. And this was considered as one of the defect of the Regulating Act of 1773. ഈ ഡിഫക്ട് നമ്മൾ എപ്പോ പരിഹരിക്കും? This defect would be rectified in the Pitt's India Act of 1784. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ നമ്മൾ ഈ ഡിഫക്റ്റ് പരിഹരിക്കുകയും ചെയ്യും. ഇപ്പൊ ഡിഫക്റ്റ് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ പറ്റി പറയുമ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. ഓക്കെ, സോ ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു.
മെജോറിറ്റി എവിടെ ലഭിക്കുമായിരുന്നില്ല? വാറൻ ഹേസ്റ്റിങ്സിന് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെജോറിറ്റി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. സോ ദിസ് വാസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദ സാഡ്നെസ് ഓഫ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. നൗ സി, ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ മറ്റൊരു പ്രത്യേകത, ഇൻഫാക്ട് നമ്മളുടെ സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയത്തിന്റെയൊക്കെ തുടക്കം ഈ റെഗുലേറ്റിംഗ് ആക്ടിൽ നിന്നാണ്. അതായത് ഇന്ത്യയിൽ എക്കാലത്തും സുപ്രീം കോടതി ഉണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ എക്കാലത്തും ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. വളരെ പണ്ട് കാലം മുതലേ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വളരെ പണ്ട് കാലം മുതൽ ഉണ്ടായിരുന്ന സംവിധാനം വളരെ അപരിഷ്കൃതമായ സംവിധാനമായിരുന്നു. അതായത് ഈ തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം പറയിക്കുക, അല്ലെങ്കിൽ പാമ്പിന്റെ പൊത്തിൽ കൈയിട്ട് പാമ്പ് കുത്തിയാൽ, പാമ്പ് കടിച്ചാൽ കുറ്റവാളിയാണെന്ന് വിധിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ വളരെ അപരിഷ്കൃതമായ നീതിന്യായ സംവിധാനമാണ് എല്ലാ രാജ്യത്തിന്റെ ഭാഗമായിട്ടും ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് ആദ്യമായി സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത് it is as per the regulating act of 1773. So this was a contribution of the Britain. ബ്രിട്ടീഷുകാരുടെ ഒരു സംഭാവനയായിരുന്നു സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ. ഓക്കെ, and this Supreme Court was established in the year of 1774. 1774 ഈ സുപ്രീം കോടതി കൽക്കട്ട ആസ്ഥാനമായി സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, കൽക്കട്ട ആസ്ഥാനമായാണ് ഈ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെടുന്നത്. ഒരു ചീഫ് ജസ്റ്റിസും 3 മറ്റ് ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ സുപ്രീം കോടതിക്ക് ഇന്ന് കാണുന്ന സുപ്രീം കോടതി പോലെ വിശാലമായ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സുപ്രീം കോടതിയുടെ അധികാരം എന്തായിരുന്നു? ട്രയൽ ഓഫ് ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യുക. ഓക്കെ, ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, സോറി. അപ്പോ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഈ സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഉദ്ദേശം എന്തായിരുന്നു? റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഉദ്ദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസിനെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഉദ്ദേശം അല്ലെ. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് ആണ് ഇവിടെ ബ്രിട്ടീഷുകാര്. ഈ ബ്രിട്ടീഷുകാരെ അവരുടെ ഒഫീഷ്യൽ ആക്ഷൻസിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആക്ഷൻസിൽ അല്ല, അവരുടെ പേഴ്സണൽ ആക്ഷൻസിൽ വിചാരണ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സുപ്രീം കോടതിയുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ ഇടങ്ങളിലും you would be able to understand that in each and every areas the East India Company is being restricted. അല്ലെ, ഓരോ പ്രദേശത്തും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യപ്പെടുകയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരിഞ്ഞു മുറുക്കപ്പെടുകയാണ്. കാരണം ഇപ്പൊ ഒരു സുപ്രീം കോടതി കൂടി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സുപ്രീം കോടതി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അവരുടെ വിചാരണയ്ക്ക് വേണ്ടിയാണ് ഈ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെടുന്നത്. And there was one more provision. That means the Regulating Act of 1773 has said that no kind of private trade, presentations or briberies are allowed. ഒരു തരത്തിലുമുള്ള സ്വകാര്യ വ്യാപാരമോ പ്രസന്റേഷൻസോ കൈക്കൂലിയോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി റെഗുലേറ്റിംഗ് ആക്ടിൽ പരാമർശിച്ചിരുന്നു. So this is
Actually, what do you mean by the Regulating Act of 1773? ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ സംഭവിച്ചത് എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. എന്തായിരുന്നു ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത? ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത ആദ്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സംബന്ധമായ അധികാരങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, ഭരണ സംബന്ധമായ അധികാരങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് by the Regulating Act of 1773. 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് ഭരണ സംബന്ധമായ അധികാരങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അതായത് ഈ കമ്പനിയുടെ ഒരു മാനേജിംഗ് ബോർഡ് ഉണ്ട്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ദിസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? They will seek the report from the East India Company on the civil matters, the military matters, the revenue matters, and they will submit the report to the British Parliament. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? ഈസ്റ്റ് ഇന്ത്യ കമ്പനി റിപ്പോർട്ട് നമ്മളുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദേ വിൽ പുട്ട് ഓർ പ്ലേസ് ദ റിപ്പോർട്ട് ഇൻ ദ ബ്രിട്ടീഷ് പാർലമെന്റ്. സോ ഈച്ച് ആൻഡ് എവറി സ്റ്റേജസ് യു വിൽ സീ ദാറ്റ് ദ ബ്രിട്ടീഷ് പാർലമെന്റ് ഇസ് ഗോയിങ് ടു ചെക്ക് ദ പെർഫോമൻസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തിന്റെ തുടക്കം, ഇൻഫാക്ട് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് സെൻട്രലൈസേഷൻ പൂർത്തിയായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തിന്റെ തുടക്കമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. There was a change in designation also in relation to the centralization. That means the governor of Bengal was redesignated or was changed with the designation of Governor General of India. Sorry, Governor General of Bengal. Okay, Governor of Bengal എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ Governor General of Bengal എന്നാക്കി മാറ്റി. എക്സിക്യൂട്ടീവ് കൗൺസിൽ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു. 4 അംഗങ്ങളാണ് ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇൻഫാക്ട് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരും ഈ ഗവർണർ ജനറലിന് ഒരു തലവേദനയായിരുന്നു. ആൻഡ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ വാസ് വാറൻ ഹാസ്റ്റിംഗ്സ്. ആൻഡ് ദിസ് വാസ് വൺ ഓഫ് ദ ഡിഫക്റ്റ് ഓഫ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. A Supreme Court was established at Calcutta as per the provision of the Regulating Act of 1773. And this Supreme Court had in fact 4 judges. That means 3 judges and 1 chief justice. 3 ജഡ്ജിമാരും 1 ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന 4 ജഡ്ജിമാരാണ് സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നത്. ഈ സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇന്ന് കാണുന്ന സുപ്രീം കോടതി പോലെ വിശാലമായ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സുപ്രീം കോടതിക്ക് വളരെ പരിമിതമായ അധികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സുപ്രീം കോടതിയുടെ അധികാരം എന്തായിരുന്നു? സുപ്രീം കോടതിയുടെ അധികാരം ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യുക, അവരുടെ പേഴ്സണൽ ആക്ഷൻസിൽ വിചാരണ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സുപ്രീം കോർട്ടിന്റെ അധികാരം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് ഒരു തരത്തിലുമുള്ള പ്രൈവറ്റ് ട്രേഡിലോ പ്രസന്റേഷൻസിലോ ബ്രൈബറിയിലോ ഉൾപ്പെടാൻ പാടില്ല എന്നുകൂടി റെഗുലേറ്റിംഗ് ആക്ട് ഹാസ് പുട്ട് ഫോർവേഡ് എ സജഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. 2 ഡിഫക്റ്റുകളാണ് റെഗുലേറ്റിംഗ് ആക്ടിൽ ഉണ്ടായിരുന്നത്. There were 2 defects for the Regulating Act of 1773. One was, we have already said about the majority in Executive Council. The majority in Executive Council. This was one of the defects. The second was the jurisdiction of the Supreme Court. അതായത് എസ്റ്റാബ്ലിഷ് ചെയ്ത സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതായത് ബ്രിട്ടീഷുകാരിലേക്ക് മാത്രം വ്യാപിച്ചിരിക്കുന്ന ഒരു സുപ്രീം കോടതിയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. സോ ദാറ്റ് ഈസ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. സോ the limitations or the restrictions or the defect itself is provided here. One in relation to the majority, and the second one was the jurisdiction of the Supreme Court. Okay,
That's it. The Regulating Act of 1773. Now, your queries. എന്തെങ്കിലും സംശയം റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ യു മേ ആസ്ക് ഇറ്റ് നൗ. എന്തെങ്കിലും